ആരുടെ ഫോണാണെന്നറിയില്ല. കുഞ്ഞുട്ടേട്ടനെ വിളിച്ച് വിവരം പറയാനും പറ്റാതായി. വിവരങ്ങൾ അറിയാൻ കഴിയാതെ മുത്തശ്ശി വിഷമിക്കുന്നുണ്ടാവും. ഈ ഫോണിൽ വിളിക്കാന്ന് വെച്ചാ ഇത് തുറക്കാനും പഠിക്കണം. ഇവിടെയുള്ളവരൊക്കെ പല സ്വഭാവക്കാരാ. ഒരപ്പച്ചി ഭയങ്കര ദേഷ്യക്കാരിയാ. എന്തൊക്കെയോ പറയുന്നു. അമ്മ എന്തിനാ എന്നെ ഈ മുറി കൊണ്ടിരുത്തിയത്? എനിക്ക് സഞ്ജുവേട്ടനും ഒരു മുറിയല്ലേ വേണ്ടത്? വീട്ടിലെ അർജുനേട്ടനും ശ്രീജേട്ടത്തിയും ഒരു മുറിയിലല്ലേ കഴിയുന്നത്? സഞ്ജുവേട്ടന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ആരും വരുന്നുമില്ല. കാണുന്നില്ല. മുന്നിൽ പെടാതിരുന്ന തൽക്കാലം രക്ഷപ്പെട്ടു. ശ്രീകുടി ചേച്ചി, ദൈവമേ, അവള് മുന്നിൽ വന്നു. ശ്രീകുടി ചേച്ചി എന്നെ അന്വേഷിച്ച് വന്നതാണല്ലേ? ഞാൻ കരുതിയത് അമ്മ വന്ന് വിളിക്കുന്ന. എന്തിന്? അത് പിന്നെ സഞ്ജുട്ടന്റെ മുറിയിലേക്ക് അയക്കാൻ. ശ്രീകുട്ടി ചേച്ചി ഇവിടെയുള്ളതാ ആകെയുള്ളൊരാശ്വാസം. കൂട്ടിനായിട്ടൊരാളായില്ലേ? ആ ചേച്ചി, ആ പാലിങ് തന്നോളൂ. അത് സഞ്ജുട്ടൻ കാത്തിരുന്ന് മുഷിഞ്ഞു കാണും. പോട്ടെ, നാളെ കാണാം. എനിക്കൊരു ജീവിതം തന്നു. ആ ജീവിതം നിനക്കെങ്ങനെ ചവിട്ടിയരയ്ക്കാൻ വേണ്ടിയായിരുന്നു.
എനിക്കറിയാം ഉറങ്ങാൻ വേണ്ടി നീ കാത്തിരുന്നാണെന്ന്. ലക്ഷ്മി, പാല് അതവിടെ വെച്ചേക്ക്. ആരുറങ്ങിയോന്നാ സഞ്ജുട്ടൻ ചോദിച്ചത്? ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല. അല്ല, ആരാ നിന്നിങ്ങോട്ട് പറഞ്ഞയച്ചത്? നീ ഇങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കണ്ടോ? ചേച്ചിയാ ഇന്നെന്റെ കയ്യിൽ പാല് തന്നു വിട്ടത്. സ്വാതിയോ? സ്വാതി നിന്റെ കയ്യിൽ പാല് തന്ന് എന്റെ റൂമിലേക്ക് അയച്ചെന്നോ? ആരും കാണാതെ ഞാൻ വിഷമിച്ചു നിന്നപ്പോഴാ ചേച്ചി പാലുമായിട്ട് വരുന്നത് കണ്ടത്. അത് തന്നെ സംഭവിച്ചു. സ്വാതി ഇവളെ പേടിച്ച് വന്നതായിരിക്കും. അവള് ലക്ഷ്മിയുടെ മുന്നിൽ തന്നെ വന്ന് പെട്ടു. പാവം, അവള് മുറി പോയിരുന്ന് പൊട്ടിക്കരയുന്നുണ്ടാവും. പാല് വാങ്ങിയില്ല. ഞാൻ രാത്രിയിൽ പാല് കുടിക്കാറില്ല. നീ അത് കിച്ചണിൽ കൊണ്ടുപോയി വെക്ക. അയ്യോ, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവളോടൊന്ന് പൊട്ടിത്തെറിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ. കുറച്ച് കുടിച്ചാ മതി. നീ അത് അവിടെ വെക്ക്. ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക് ലക്ഷ്മി. നീയും ദിനേശനും രാജുവൊക്കെ എന്നോട് ചെയ്തത് വലിയ ദ്രോഹമായിപ്പോയി. അതിന്റെ വില ഞാനിപ്പോ കൊടുക്കുന്നത്. സത്യം അറിയേണ്ടിയിരുന്നത് ഞാൻ മാത്രമായിരുന്നു. പക്ഷെ ഞാൻ മാത്രം അറിഞ്ഞില്ല. നിനക്കെങ്കിലും എന്നോടത് പറയായിരുന്നു. ഏടത്തി ഒന്ന് മനസ്സിലാക്ക്. എനിക്കതൊരു കുറ്റബോധമൊന്നുമില്ല. അമ്മ ഒരിക്കലും സഞ്ജുവിന്റെ കൂടെ ഒരു ജീവിതം ആഗ്രഹിക്കുന്നില്ല. സഞ്ജുവിന് സ്വാതിയെ വിട്ടൊരു ജീവിതവും ഇല്ല. ശ്രീദേവിയടുത്തിയോട് ഞാനിത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എന്റെ അതേ മനോഭാവം ആയിരിക്കുമായിരുന്നോ ശ്രീദേവിയടുത്തിക്ക്? ഒരിക്കലുമല്ല. ഉള്ള സമാധാനം കൂടി ഇല്ലാതാവുമായിരുന്നു. ശ്രീദേവിയടുത്തി അപ്പ ചെയ്യാൻ ശ്രമിക്കുന്നത് അമ്മുവിനെ സഞ്ജുവിന്റെ കൂടെ ചേർത്ത് വയ്ക്കാനായിരിക്കും. പക്ഷേ അമ്മു അത് ആഗ്രഹിക്കുന്നില്ല. സഞ്ജുവിന്റെ സ്വാതിയുടെ വിവാഹം കഴിഞ്ഞാൽ ഇവിടുന്ന് പോകാനിരിക്കുകയായിരുന്നു അമ്മു. ഒരമ്മയായ എനിക്ക് അതിനല്ലേ കഴിയൂ. എന്റെ മോൻ താലി കെട്ടിയ പെണ്ണിനെ പെരുവഴിയിൽ ഉപേക്ഷിച്ചു പോകാൻ പറ്റുമോ? പിന്നെ പിന്നെ എനിക്ക് സമാധാനത്തോടെ ഒരു ജീവിതം ഉണ്ടാവോ? ഒരു മരുമകൾക്ക് ചെയ്യാൻ കഴിയുന്നതിനപ്പുറം ഈ കുടുംബത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത പെണ്ണ അമ്മു. അവൾ ആരാണെന്ന് അറിയാതെ അവളെ പോലെ ഒരു മരുമോളെ എനിക്ക് കിട്ടിയെങ്കിലെന്ന് പലവട്ടം ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അവള് ഞാൻ തന്നെയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതെല്ലാം കൊണ്ട് സത്യമായിരുന്നു. അമ്മ
അമ്മു എന്റെ മരുമകളായിരുന്നെങ്കിലും നാശിക്കുമ്പോ ഞാൻ അറിയാതെ പോയി അവള് ശരിക്കും എന്റെ മരുമകളാണെന്ന്. ശ്രീദേവിയടുത്ത് വിവരങ്ങൾ അറിഞ്ഞാൽ അമ്മുപ്പനെ ഈ വീട്ടിൽ നിന്നിട്ട് വേണ്ടേ? അവള് വീട് വിട്ടുപോയപ്പോഴുണ്ടായ പ്രശ്നങ്ങളൊക്കെ നിനക്കറിയില്ലേ? അന്നിതൊരു മരണ വീട് പോലെയായി. ഈ കുടുംബമായി ഒരു ബന്ധമില്ലാത്ത ഒരു പെണ്ണ് ഇവിടെ നിന്ന് പോയാൽ എന്ത് സംഭവിക്കാനെന്ന് കരുതിയവർ പോലും അവളുടെ വേർപാടിന്റെ വില അന്ന് അറിഞ്ഞു. അവൾ ഈ വീടിന്റെ മരുമകളാണെന്ന യാഥാർത്ഥ്യം ഞാനും അച്ഛനും മാത്രം അറിഞ്ഞില്ല. എന്തൊക്കെയായാലും അമ്മൻ ഇവിടുന്ന് പോകാനാവില്ല കാവേരി. അവള് വെറുതെ ഒന്നും ഇവിടെ എത്തിയതല്ല. ഈ കുടുംബം കാത്തു രക്ഷിക്കാൻ പെരുവണ്ണാപുരത്തമ്മയാ അവളെ അവന്റെ കൂടെ ഇങ്ങോട്ട് അയച്ചത്. ശ്രീദേവിയടുത്ത് എന്തൊക്കെയായി പറയുന്നേ? ഇങ്ങനെയൊന്നും കാട് കയറി ചിന്തിക്കരുത്. അമ്മുന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ വേഗം മാറും. ചിലപ്പോ ഒന്ന് ഉറങ്ങി ഉണർന്നാ മതി. ഞാൻ കാട് കയറി ചിന്തിക്കുന്നതൊന്നുമല്ല. സഞ്ജുവിന്റെ പ്രാണരക്ഷയ്ക്ക് 21 ദിവസത്തെ പൂജ ശാസ്ത്രികൾ പറഞ്ഞത്. അന്ന് ഞാൻ ആ ക്ഷേത്രനടയിൽ വെച്ച് അമ്മുനെ ആദ്യമായിട്ട് കണ്ടു. അയ്യോ അമ്മേ, എന്ത് പറ്റി? എന്താ, വെള്ളം വേണോ? എനിക്ക് എന്റെ കൺമുമ്പിൽ കാണിച്ചു തന്നു. അന്ന് നടക്കലിൽ തലയിടിച്ച് വീണ് മരിക്കേണ്ടിയിരുന്ന എന്നെ എന്തിനവളായി വന്ന് രക്ഷിച്ചു. 21ാമത്തെ ദിവസത്തെ പൂജയ്ക്ക് പോകാൻ ദേവി എന്നെ അന്ന് അനുവദിച്ചില്ല. പകരം ഞാൻ സഞ്ജുവിനെ അയച്ചു. അവൻ വൈകിട്ട് മടങ്ങി വരുമ്പോ അവന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ മഞ്ഞൾ പുരണ്ട അരിമണികളും പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു. താലി കിട്ടുമ്പോ ആശീർവദിച്ച് അങ്ങനെ എറിയാറുണ്ട്. ഇതെന്താ, പോവോ? ദേവിയായിട്ട് ഞാനത് അവനോട് ചോദിക്കുകയും ചെയ്തു. ഞാനറിയാതെ നീ കല്യാണം കഴിച്ചോന്ന്. അവനെ അവള് വിട്ടുപോയെങ്കിലും ഈ വീട്ടിൽ തന്നെ അവള് വന്നില്ലേ? മംഗലശ്ശേരിയുടെയും എന്റെ മകന്റെയും കാവൽ മാലാഖയായി. ഈശ്വര, ഇതൊക്കെ കേട്ട് ഞാൻ എന്ത് പറയാനാ? അവള് ലക്ഷ്മി പൂജ ചെയ്തതും കഴുത്തിൽ നിന്ന് താലി അഴിക്കാതിരുന്നതും അവന് വേണ്ടിയായിരുന്നു. അവളോട് നമ്മൾ കാണിച്ചതിനുള്ള ശിക്ഷയാ ദേവി നമ്മളോടിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദികേടിലുള്ള ശിക്ഷ. എന്താ മോളെ? മോളെന്താ തിരിച്ചു പോന്നത്? ദൈവമേ, അമ്മൂനെ കണ്ടോ? എന്താ ശ്രീകുട്ടി? കാണുക മാത്രമല്ല, അവൾ എന്റെ കയ്യിൽ നിന്ന് പാല് വാങ്ങി സഞ്ജുവിന്റെ റൂമിലേക്ക് പോയി. ഈശ്വര, നീ എന്തിനാ അത് അവളുടെ കയ്യിൽ കൊടുത്തത്? അവൾക്കൊന്നും അറിയില്ലെന്നാണ് ഇളയമ്മ പറയുന്നേ. ഞാനത് അവളുടെ കയ്യിൽ കൊടുക്കാൻ കൊണ്ടുപോയെന്ന് അമ്മു കരുതിയെ. സഞ്ജുവിന്റെ റൂമിലാണോ ഇപ്പൊ അമ്മു? പിന്നെ അവൾ എവിടെ പോവാനാ?
പോലും സഞ്ജുവേട്ടൻ പറഞ്ഞില്ല. ഞാൻ ഇവിടെ നിന്ന് ഇരുന്നോട്ടെ? അതെ, ഞാൻ നിന്റെ കഴുത്തില് താലി കെട്ടിയിട്ടെ പിന്നീട് എന്താ ഉണ്ടായത്? സഞ്ജുവേട്ടന്റെ കാറിൽ ഇങ്ങോട്ടേക്ക് വന്നു. ഈ അതിന്റെ ഇടയിൽ എന്തൊക്കെ സംഭവിച്ചെന്നാ ചോദിച്ചത്. അത് പിന്നെ ഈ വീട്ടിലെത്തിയത് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഞാൻ കണ്ണുറക്കുമ്പോ കാണുന്നത് അമ്മയാ. നിനക്കിങ്ങനെ മനസ്സിലായി അതെന്റെ അമ്മയാണെന്ന്? അമ്മയെ ഒരിക്കൽ ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടതല്ലേ. അമ്മയ്ക്ക് ശ്വാസം മുട്ടൽ വന്ന് വീഴാൻ പോയപ്പോ ഞാനാ ഓടി വന്നത്. കാറിലിരുന്ന് മരുന്ന് എടുത്തോണ്ട് കൊടുത്തതും ഞാനാ. താലികെട്ട് കഴിഞ്ഞ് സിറ്റിയിലേക്ക് വരുന്ന വഴി നമ്മളൊരു റെസ്റ്റോറന്റിൽ കയറി. നിനക്ക് ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. റെസ്റ്റോറന്റിൽ കയറിയോ? ആ കേറി. നിനക്ക് ജ്യൂസ് വാങ്ങിച്ചു തന്നിട്ട് ഞാൻ ഫോൺ ചെയ്യാൻ പോയി. ഞാൻ ഫോൺ ചെയ്തിട്ട് വന്നപ്പോ നിന്നെ കാണുന്നില്ല. അയ്യോ, ഞാനിങ്ങോട്ട് പോവാനാ? അത് എന്നോടാണോ ചോദിക്കുന്നത്? നീ എന്നെ ഒഴിവാക്കി കടന്നു കളഞ്ഞു. നീ അന്ന് രാത്രി എവിടെയോ കഴിച്ചു കൂട്ടി. പിറ്റേന്നൊരു ജോലി അന്വേഷിച്ച് നടപ്പായിരുന്നു. ശരിയല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ ലച്ചു? പറ കേക്കട്ടെ. നിനക്ക് ജോലി വാങ്ങി തരാന്ന് പറഞ്ഞ് ഒരാള് കൂട്ടിക്കൊണ്ടുപോയി. ഓർമ്മ വരുന്നില്ലേ? എന്നിട്ട് ആരുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി നിന്നെ തലക്കടിച്ച് വീഴ്ത്തി അയാള് ബാഗുമായിട്ട് കടന്നു കളഞ്ഞു. അയ്യോ, കഷ്ടായിപ്പോയി. എന്തൊരു ക്രൂരനാ കള്ളൻ. സുരഭി സിസ്റ്ററിന് ഓർമ്മയുണ്ടോ? ആ പറ കേക്കട്ടെ കേക്കട്ടെ. സുരഭി സിസ്റ്റർ നിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ വെച്ചാണ് നീ സ്വാതിയെ കാണുന്നത്. അത് നമ്മുടെ ശ്രീകുട്ടി ചേച്ചിയല്ലേ? ആ അത് തന്നെ. അവിടുന്ന് നിന്നെ അവള് വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്താ ഞാൻ പറഞ്ഞ സത്യമല്ലേ? നീ ശരിക്കും ഓർത്ത് നോക്കിയേ. നീ എന്താ ചിരിക്കുന്ന? സഞ്ജുട്ടനെ കഥയുണ്ടാക്കി പറയാൻ ആള് മിടുക്കനാണെന്ന് ഓർത്ത് ചിരിച്ചു പോയതാ. ഞാൻ പറഞ്ഞത് കഥയാണെന്നാണോ നീ കരുതുന്നത്? എന്നാലേ ഞാൻ നാട്ടുംപുറത്തുകാരിയാണെന്ന് കരുതി എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. അതിനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. കല്യാണം കഴിഞ്ഞ് ഒരു ദിവസത്തിനുള്ളില്ല ഞാൻ മണ്ടിയാണെന്ന് കരുതി സഞ്ജുവേട്ടൻ ഇത്രയും ദിവസത്തെ കാര്യം കഥകളാക്കി എനിക്ക് പറഞ്ഞു തന്നത്. പണ്ട് കുഞ്ഞുട്ടേട്ടനും ഇതേപോലെ കഥകൾ പറയായിരുന്നു. രാത്രി യക്ഷി വന്ന് കുഞ്ഞുട്ടേട്ടൻ എടുത്തോണ്ട് പോയി പനമരത്തിൽ കൊണ്ടുപോയി വെച്ചു എന്നൊക്കെ. ദേ ആദ്യമൊക്കെ ഞാൻ വിശ്വസിച്ചു. പിന്നെ നുണക്കഥയാന്ന് എനിക്ക് മനസ്സിലായി. ആ എനിക്ക് മനസ്സിലായി ആളെ പറ്റിക്ക് മിടുക്കനാണെന്ന്. അയ്യോ ആരാ? നീ ചെന്ന് വാതിൽ തുറക്ക.